Praise the Lord. Praise the Lord. Welcome back to yet another episode of Teen Zone. ഇന്ന് ഈശോ മത്തായി സുവിശേഷത്തിലൂടെ നമ്മളോട് പറയാണ്. Matthew 5:3-5. ഓക്കെ, ഇങ്ങനെയാ പറയുന്നത്. Blessed are the poor in spirit, for theirs is the kingdom of God. Blessed are that they mourn, for they shall be comforted. നിങ്ങൾക്ക് വിഷമിച്ചിരിക്കുകയാണോ? ഈശോ പറയാണ്, I will comfort you. Blessed are the meek. മീക്ക് എന്ന് വെച്ചാൽ സബ്മിസീവ്, അല്ലെങ്കിൽ സൈലൻ്റ് ആയിട്ട് ക്വയറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പറയുന്നത്. ഫോർ ദേ ഷാൽ ഇൻഹെറിറ്റ് ദ എർത്ത്. പിന്നെ 7ാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്, ബ്ലെസ്സഡ് ആർ ദ മേഴ്സിഫുൾ, ഫോർ ദേ ഷാൽ ഒബ്റ്റെയിൻ മേഴ്സി. നമ്മുടെ ഈശോയുടെ ഒരു നേച്ചർ എന്താ? കരുണയാ അല്ലേ? കരുണ എന്ന് വെച്ചാൽ എന്താണ് നമുക്കറിയോ? കരുണ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ അൺഡിസേർവിങ് ഫേവർ എന്നാണ് പറയുന്നത്. അർഹതയില്ലാത്ത ഔദാര്യത്തിനെയാണ് കരുണ എന്ന് പറയുന്നത്. ആൻഡ് വി ഹാവ് എ മേഴ്സിഫുൾ ആൻഡ് ലവിങ് ഫാദർ അല്ലേ? നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ദൂരത്തെ പുത്രനെ പറ്റിയൊക്കെ കേട്ടായിരുന്നു അല്ലേ? പ്രൈസ് വർഷിപ്പിലെ ദൂരത്തെ പുത്രൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. എത്ര തെറ്റ് കാണിച്ചാലൊക്കെ തിരിച്ചു വന്നപ്പോൾ ഹി ഗേവ് ഹിസ് എല്ലാം തിരിച്ചു കൊടുക്കുന്ന ഒരു അപ്പനാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു പാട്ട് പാടുമ്പോഴും നമുക്ക് എല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. ലൈക്ക് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും തിരിച്ചു വന്നാൽ എല്ലാം തിരിച്ചു വരുന്ന ഒരു അപ്പനാണ് നമുക്കുള്ളത്. ഈസ് എ പ്രോഡിഗൽ ഫാദർ. അപ്പോൾ ഈ ഒരു പാട്ട് പാടുമ്പോഴും ആ ഈശോയുടെ കരുണയിൽ ആശ്രയിക്കാം. ബിക്കോസ് നമ്മളൊക്കെ ബലഹീനത, നമുക്ക് കുറവുകളെല്ലാം ഉണ്ട്, പക്ഷേ ഈശോയിലാണ് നമ്മുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത്. ഫോർ മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു. ഈശോ പറയാം, ഫോർ മൈ ഗ്രേസ് ഇസ് സഫിഷ്യൻറ്റ് ഫോർ യു, ഫോർ ഇറ്റ് ഈസ് മെയ്ഡ് പെർഫെക്റ്റ് ഇൻ യുവർ വീക്ക്നെസ്. ആ ഒരു കരുണയിൽ ആശ്രയിച്ച് ഈ ഒരു പാട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഈശോ ആരാ? ജീസസ് ഈസ് the only one true God and we are his children. What a privilege അല്ലേ? നമ്മളൊക്കെ ഈശോയുടെ മക്കളാന്നാ പറയുന്നത്. And by his mercy he made our weakness into our strength. നമ്മുടെ കുറവുകളൊക്കെ ഈശോ നമ്മുടെ സ്ട്രെങ്ത് ആക്കി. നമ്മൾ എത്ര പൊട്ടത്തരം കാണിച്ചാലും, എത്ര മണ്ണത്തരം കാണിച്ചാലും, എത്ര തെറ്റ് ചെയ്താലും ഈശോയുടെ love never fails us. His love for us never changes. നമ്മൾ 3 പ്രാവശ്യം ഒറ്റിക്കൊടുത്ത പത്രോസിനെ ഈശോ ഫസ്റ്റ് മാർപ്പാപ്പയാക്കി ചർച്ചിലെ. പിന്നെ നമ്മൾ കാണുന്നുണ്ട് കുന്തം കൊണ്ട് കുത്തന ലോഞ്ച് ഉണ്ട്. കുന്തം കൊണ്ട് ഈശോയുടെ വിലാപ്പുറത്ത് കുത്തുന്ന ലോഞ്ച് ഉണ്ട്. ആ ലോഞ്ചസിനെ ഈശോ വിശുദ്ധനാക്കി. കുന്തം കൊണ്ട് കുത്തിയപ്പോഴും ഈശോയുടെ
ഹൃദയത്തിൽ നിന്ന് കരുണയാണ് ഒഴുകിയത്. അതുപോലെ തന്നെ നല്ല കള്ളൻ അല്ലെ, കുരിശിൽ കിടന്ന ഒരു നല്ല കള്ളനുണ്ടായി. ആ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ നല്ല കള്ളൻ റിപ്പൻറ്റ് ചെയ്തപ്പോൾ ഈശോ നല്ല കള്ളന് സ്വർഗം കൊടുത്തു. അതാണ് ഈശോയുടെ കരുണ. അപ്പോൾ എത്ര തെറ്റ് ചെയ്താലും, നമ്മൾ എത്ര മണ്ടത്തരം ചെയ്താലും ഈശോയുടെ അടുത്തോട്ട് തിരിച്ചു ചെന്നാൽ ഹി ഗീവ്സ് us the ബെസ്റ്റ്. അതാണ് നമ്മുടെ അപ്പനായ ഈശോ. ഈസ് എ പ്രോഡിഗൽ ഫാദർ. ഈ ഒരു പാട്ട് പാടുമ്പോഴും ആ ഒരു അർഹതയില്ലാത്ത അവതാരത്തിനെ ഓർത്ത് നമുക്ക് കൈകളടിച്ച് സന്തോഷത്തോടെ നന്ദിയോടെ ഈ ഒരു പാട്ട് പാടാം. കൈലടിക്കാവോ? ഈശോ ആദ്യം നമ്മളോട് മത്തായി സുവിശേഷത്തിലൂടെ പറഞ്ഞ പോലെ ബ്ലെസ്ഡ് ആർ ദ പോർ ഇൻ സ്പിരിറ്റ് ഫോർ ദേഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗാഡ്. ഈ പോർ ഇൻ സ്പിരിറ്റ് എന്ന് വെച്ചാൽ എന്താ? വേറൊന്നുമല്ല, ആശ്രയത്വം. ഈശോയിലുള്ള ഒരു ആശ്രയത്വത്തിനെയാണ് ആ ഒരു പോർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുന്നത്. ഒരു വാവക ഒരു കൊച്ചിന് ഒരു അമ്മയുടെ ഒരു സാന്നിധ്യം ഇല്ലാണ്ട് പറ്റില്ല അല്ലേ, കിടന്ന് കരയല്ലേ. ആ ഒരു ആശ്രയത്വത്തിനെയാണ് പോർ ഇൻ സ്പിരിറ്റ്. ഈശോ ഇല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈശോ ഇല്ലാണ്ട് എനിക്ക് എൻ്റെ ലൈഫിൽ ഒന്നും നടക്കില്ല. ആ ഒരു ആശ്രയത്വം, ആ ഒരു റിലൈങ് നേച്ചറിനെ പറയുന്ന പോർ ഇൻ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്നത്. പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നുണ്ട്, പാപം വർദ്ധിക്കുമ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് കൃപ വർദ്ധിക്കുന്നുണ്ടെന്ന്. ഈ കൃപ എന്താ? ഇറ്റ് ഈസ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് which enables us to do
what God wants us to do. ഈശോ ആഗ്രഹിക്കുന്ന ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് വേണം. ആൻഡ് ആ പരിശുദ്ധാത്മാവ് ഇല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ I can do all things through Christ Jesus who strengthens me. ആ ദൈവഹിതം ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഹോളി സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യം ചെയ്യാൻ പറ്റുന്നത് ഹോളി സ്പിരിറ്റ് ഉള്ളപ്പോഴാണ്. ഇപ്പോൾ ഈ ഒരു പാട്ട് പാടുമ്പോഴും ലെറ്റ്സ് ഗിവ് our hearts to Jesus because there is nothing impossible for God. ഈ ഒരു ലെൻ സീസണിൽ നമുക്ക് ആശ്രയിക്കാം. ലെറ്റ്സ് റിട്ടേൺ ടു അവർ ഫാദർ. ഈശോയെ, നീ ഇല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈശോയെ, നിന്നെപ്പോലെ ആകാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു പാട്ട് പാടുമ്പോൾ ലെറ്റ്സ് വർഷിപ്പ് ഹിം. നമുക്ക് ആ ഒരു ആശ്രയത്വത്തിലോട്ടൊക്കെ വരാം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു പാട്ട് ഹൃദയത്തിൽ നിന്ന് പാടാം. Lord, I need you. Oh, I need you. Every hour I need you. Yes, Jesus, we need you. My one defense, my righteousness. Oh God, how I need you. ഒന്നുകൂടി പാടിയല്ലോ, Lord, I need you. ഹൃദയത്തിൽ നിന്ന് പാടാവോ? Spirit, for theirs is the kingdom of God. ആത്മീയ ദാരിദ്ര്യം ഈശോയുടെ ബ്ലെസ്സിംഗ് ആട്ടോ. My one defense, my righteousness. Oh God, how I need you. Question runs deep. Hallelujah. Thank you, Jesus. Praise you, Lord Jesus. We need you, here we are. Blessed are the poor in spirit, for the kingdom of God is yours. നിങ്ങൾ നാളെക്കുറിച്ച് ആകുലരാകേണ്ട. Because Jesus is with you. Because His grace is sufficient for you. For it is made perfect in your weakness. And He has a wonderful plan for you. Man, Lord, I need you one more time. Lord, I need you. Oh, I need you. ഹൃദയത്തിൽ പാടാവോ? സന്തോഷത്തോടെ പാടാവോ? Because Lord is with you. Jesus is with you.
ഒരു നോമ്പ് കാലത്തിൽ നമുക്ക് ഈശോയെ പോലെ ആകാൻ ശ്രമിക്കാം. ബൈ ബീയിങ് ഹിസ് പവർഫുൾ എക്സ്പ്രഷൻ. ഈശോയുടെ ഒരു എക്സ്പ്രഷൻ ആകാൻ, പവർഫുൾ എക്സ്പ്രഷൻ ആകാനാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ടു ബി ഹിസ് വിറ്റ്നസ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പേർപ്പസ് തന്നെ. അതല്ലാണ്ട് നമ്മൾ വേറെ എന്ത് ചെയ്താലും വി വോണ്ട് ബി സാറ്റിസ്ഫൈഡ്, ബിക്കോസ് വി വർ മെയ്ഡ് ഫോർ ഗോഡ്. അപ്പോൾ ഈ ഒരു നോമ്പകാലത്തിൽ ഈശോയുടെ കൂടെ സമയം ചെലവഴിക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മാർച്ച് മാസം വിശുദ്ധ യൗസേപ്പിതാവിനോടുള്ള വണക്കത്തിന്റെ മാസമായി തിരുസഭ ആഘോഷിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷത്തിൽ 2021 ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പിതാവിന്റെ വർഷമായി ആഘോഷിക്കുവാൻ ആഗോള തിരുസഭയോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വീക്ക് നമ്മൾ സെയിൻസ് കോർണറിൽ രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ കാണാൻ പോകുന്നത് ബെത്ലഹേമിൽ അവർക്ക് താമസിക്കുവാൻ ഇടമൊന്നും കിട്ടുന്നില്ല. സത്രങ്ങളെല്ലാം അടയ്ക്കപ്പെടുന്നു. അവസാനം ഈശോയെ മാതാവ് ഒരു കാലിത്തൊഴുത്തിൽ പ്രസവിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവിന് ഒത്തിരി സങ്കടവും ദുഃഖവും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും മാതാവിന്റെ കൂടെ നിന്ന് യൗസേപ്പിതാവ് എല്ലാ സഹായം ചെയ്തു കൊടുത്തു. പിന്നീട് ഒരു മാലാഖ പ്രത്യക്ഷപ്പെട്ട് ഈജിപ്തിലേക്ക് അവരെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ വിശുദ്ധ യൗസേപ്പിതാവ് മാതാവിനെയും ഉണ്ണീശോയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകുന്നു. അങ്ങനെ അവർ ഈജിപ്തിൽ കുറേ നാൾ താമസിക്കുന്നു. പിന്നീട് ഹെറോദേസിന്റെ കാലശേഷം അവർ നസ്രത്തിൽ വന്ന് താമസിക്കുന്നു. മാതാവിനും ഈശോയ്ക്കും വേണ്ടതെല്ലാം ചെയ്തുകൊണ്ട് അധ്വാനിച്ച് ജീവിച്ചിരുന്നു യൗസേപ്പിതാവ്. പിന്നീട് ഈശോ യൗവനത്തിലേക്ക് കടക്കുന്ന ഒരു സമയമാവുമ്പോഴേക്കും യൗസേപ്പിതാവ് മരിക്കുന്നു. ഇത്രയുമാണ് നമ്മൾ ഈ 2 വീഡിയോസിൽ കാണാൻ പോകുന്നത്. നമുക്ക് ഒത്തിരി പഠിക്കുവാനും അനുകരിക്കുവാനും മധ്യസ്ഥം തേടുവാനും അനുയോജ്യമായ ഒരു വ്യക്തിയാണ് വിശുദ്ധ യൗസേപ്പിതാവ്. നമുക്ക് ഈ പിതാവിനെ മനസ്സിലാക്കുകയും അവിടുത്തോട് മധ്യസ്ഥം ചോദിക്കുകയും ചെയ്തുകൊണ്ട് ഈ വീഡിയോ ശ്രദ്ധാപൂർവം കാണാം. Yes? Oh, I'm sorry. It was my father's work and I grew up here. Well, it's mine now. Move on. Everything will be all right. I'll go for help. No, Joseph, stay here. Don't be afraid. You're shivering. We need firewood. Don't leave me. You must keep warm. Huh? I won't be long. Lord. Do with your servant as you promised.
child. Hold him. He's sleeping. He's adorable. Jesus. Kill them all! Even the innocent. Does he think I'll sacrifice my sons and spare his? Kill every child in Bethlehem, every babe in arms, every mother's son! We are safe for a while here. That's enough for today. I did well. We did well, but carpenters also need rest. Is it as good as the work you did on the temple? Not so fast. But you will be good. Better than me, maybe. What's the temple like, Father? It's magnificent. The white marble columns almost glow in the daylight, as though the Lord himself were showing us that he is pleased with our work on his house. And he is there, with us, his servants. Jesus. However much pain life can cost us, no matter how many doubts we have, in the temple you never feel alone. And one day, every man will make his way to the temple to celebrate. And there will be no more war. And men will live in peace. The desert will bloom. And no more tears will be shed, for no one will be sad. When will you take me to Jerusalem? We'll return to Nazareth one day. I'm sure of it. Joseph? Why did you tell him that? Why do you feed his hopes? I don't want him to live like this forever. An exile in a foreign place. It's not so bad here. And at least he's out of danger. He must always remember that he's a Jew. This is not his land.
Herod is dead. Take Jesus and his mother and return to Nazareth. We're going home. Mary. Mother! Mother, this is our son, Jesus. Mary, what have you given us? Look, Jesus, the temple. It's beautiful. Father, your temple would be like this. It's like a marketplace. Money changes. Traders. It's worse every year. But how can anyone pray with all this noise? You're right. Faster! Faster or we'll lose them. Where's Jesus? I saw him with the children of our neighbors. Hurry! Judith? Yes? Would you mind asking Jesus to come here? Jesus? I haven't seen him all day. Jesus! 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 Not here. We've lost him. Don't worry. He'll be all right. No. No, what if something's happened to him? He's gone. Oh, dear Lord. What have we done with him? We are going back. Have you seen a boy? Have you seen a boy? But there will be terrible signs from the heavens. Before that, voices of thunder, war. Galilee will fall in ruins. People will scorn the wisdom of the scribes. Why are you so worried? Jesus! Jesus! The heavens Mary. speak to the glory of God. Think of the ravens. They do not sow or reap. They have no storehouses and no barns. Yet God feeds them. Think how the flowers grow. They never have to spin or weave. Yet not even Solomon in his royal robes was clothed like one of them. Listen, He says, I'm leaving. he speaks the truth. The boy is right. I agree. Jesus! He's right. I believe what he says. We must have more faith and trust the Lord. My son, why have you done this to us? Your father and I have been looking for you. We were grieved. How could you have been looking? Didn't you know I must be about my father's business? Yes. God can speak through a child. My task is done. Forgive me if I caused you both pain. You wish to stay here, son? In the temple? Father, please, take me home. Sometimes I longed for you to be my son. But you are what you should be. The Lord's anointed one.
his son. And I've had the greatest of all gifts. I knew you. Now I can go in peace. Take care of Mary. She is more precious to me than my own life. My dear one. My only one. Bless me, my father. I bless you. Son of the highest. Who are you, son? Your son. Forgive me, my Lord, my God. I forgive. ഹായ് ഫ്രണ്ട്സ്, ഈ ആഴ്ചത്തെ വോഗി എന്താണെന്നറിയാമോ? മത്തായി 1:21. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. ഇനി നമ്മൾക്ക് ആക്ഷനിൽ ചെയ്താലോ? മത്തായി 1:21. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. ഇനി നമ്മൾക്ക് ഒരു പ്രാവശ്യം കൂടി ചെയ്താലോ? മത്തായി 1:21. അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശുവെന്ന് പേരിടണം. നന്ദി. So, good evening, friends. Welcome to Bright Side once more. കഴിഞ്ഞ ആഴ്ച ബ്രൈറ്റ് സൈഡിൽ നമ്മൾ വിശുദ്ധ കുർബാന എന്ന കുദാശയുടെ സവിശേഷതകളെപ്പറ്റി നമ്മൾ അറിഞ്ഞു. തിരുസഭയിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരിലും ത്രിത്വൈക ദൈവത്തിൻ്റെ ജീവൻ കുടികൊള്ളുന്നു. ആ ജീവൻ നമ്മൾ പരിപോഷിപ്പിക്കുവാനും അതിൽ നിലനിൽക്കുവാനുമാണ് സഭയിൽ കൂദാശകൾ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ 7 കൂദാശകൾ ഉള്ളതായിട്ട് നമുക്കറിയാം. അതിലേറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ് വിശുദ്ധ കുർബാന. അവിടെ യേശുവിൻ്റെ ശരീരവും രക്തവും അവൻ്റെ ദൈവത്വത്തിലും നമുക്ക് പങ്കാളിത്തം ലഭിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ അതൊരു കടമുള്ള ദിവസമായി തിരുസഭ പ്രഖ്യാപിക്കുവാനുള്ള കാരണം എന്താണ്? ആ ദൈവിക ജീവനിലുള്ള പങ്കാളിത്തം നമുക്ക് പരിപോഷിപ്പിക്കുവാനും നിലനിർത്തുവാനും യേശുവിൻ്റെ ശരീരവും രക്തവും നമുക്ക് നൽകപ്പെടുകയാണ്. ഹിസ് ബോഡി, ബ്ലഡ്, സോൾ ആൻഡ് ഡിവിനിറ്റി. അപ്പോൾ എന്നിലും നിങ്ങളിലുമുള്ള ഈ ദൈവിക ജീവൻ നിലനിർത്തുവാൻ ഈ ഒരു ഹോളി കമ്മ്യൂണിയൻ ഈസ് വെരി എസെൻഷ്യൽ. അല്ലാതെ എല്ലാവരും പറയുന്നത് കൊണ്ടല്ല നമ്മൾ പള്ളിയിൽ പോകുന്നത്. എല്ലാവരും കാണിക്കുന്നത് പോലെ നമ്മൾ കുറേ മതാനുഷ്ഠാനം നടത്താൻ വേണ്ടിയിട്ടല്ല നമ്മൾ പള്ളിയിൽ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. നമ്മുടെ കാത്തലിക് ഫെയ്ത്തിൻ്റെ കോർ ആൻഡ് സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹോളി യൂക്കറിസ്റ്റിക് സെലിബ്രേഷൻ. ഇന്ന് നമ്മൾ ബ്രൈറ്റ് സൈഡിൽ കാണാൻ പോകുന്നത്
അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കുദാശയെ പറ്റിയാണ്. നമുക്കറിയാം ഇതിപ്പോൾ ലെൻറ്റ് സീസണിലേക്കൊക്കെ നമ്മൾ കടന്നിരിക്കുകയാണ് അല്ലേ. എല്ലാവരും നോമ്പെടുക്കുന്നു, ഇറച്ചി മീനൊക്കെ മാറ്റി വെക്കുന്നു, നമുക്ക് ഇഷ്ടമുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കുന്നു. വെരി ഗുഡ്. എന്നാൽ യഥാർത്ഥത്തിൽ ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക, കൂടെ വസിക്കുക. ആരുടെ കൂടെ വസിക്കുക? ദൈവത്തിൻ്റെ കൂടെ, യേശുവിൻ്റെ കൂടെ വസിക്കുന്നതിനാണ് ഉപവാസം എന്ന് പറയുന്നത്. അപ്പോൾ യേശുവിൻ്റെ കൂടെ വസിക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം? നമ്മളിൽ കുറച്ച് വിശുദ്ധിയൊക്കെ വേണം. യേശു നമുക്കറിയാം ഹീസ് ഹോളി. അപ്പം നമ്മളിലും ഈ ഹോളിനെസ് നമ്മൾ കൂടുതൽ വളർത്തിയെടുക്കുവാൻ നമ്മളിൽ നിന്ന് എന്ത് മാറ്റപ്പെടണം? നമ്മളിൽ നിന്ന് പാപം മാറ്റപ്പെടണം. വെർ സിൻ ഇസ് ദർ കനോട്ട് ബി ഹോളിനെസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുദാശ എന്ന് പറയുന്നത് എന്താണ്? അത് കുമ്പസാരം എന്ന കുദാശയാണ്. ഇറ്റ് ഈസ് എ സാക്രമെൻറ്റ് ഓഫ് റീകോൺസിലിയേഷൻ. അപ്പോൾ കുമ്പസാരം എന്ന കുദാശയെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് എന്താണ്? നമ്മളെല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിച്ചവരാണ് അല്ലേ. വിശുദ്ധ കുർബാന സ്വീകരിച്ച എല്ലാവരും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ ഞായറാഴ്ച ചെല്ലുമ്പോഴെങ്കിലും നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? നമ്മൾ കുമ്പസാരിച്ചിരിക്കണം. അങ്ങനെ ഒരു ഡിഫോൾട്ടായിട്ട് എൻ്റെ നിങ്ങളുടെ മനസ്സിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ കുമ്പസാരിക്കണം എന്നുള്ള ഒരു ഡിഫോൾട്ടായിട്ടുള്ള ഒരു പ്രക്രിയയായിട്ട് അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇവിടെയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താ പറയുന്നതെന്നറിയോ? നൗ മോർ ദാൻ എവർ ദ പീപ്പിൾ ഓഫ് ഗോഡ് must be helped to rediscover the sacrament of mercy. അപ്പോൾ കുമ്പസാരം എന്ന കുദാശയെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ഇറ്റ് ഈസ് എ സാക്രമെൻറ്റ് ഓഫ് മേഴ്സി എന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ കുമ്പസാരത്തിലേക്ക് പോകുമ്പോൾ സാധാരണ എങ്ങനെയാണ്? നമ്മൾ കുറേ ലിസ്റ്റൊക്കെ ഓർത്ത് വെക്കും അല്ലേ. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന പോലെ കുറേ സാധനങ്ങൾ എഴുതി വെക്കും. ഇന്ന പാപങ്ങൾ ചെയ്തു, അത് ഞാൻ ചെയ്തില്ല, മാതാപിതാക്കൾ പറയുന്നതിൽ കള്ളം പറഞ്ഞു, കട്ടെടുത്തു, ഇങ്ങനെ കുറേ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ എഴുതി കൊണ്ടുപോയിട്ട് നമ്മൾ കുമ്പസാര കൂട്ടിൽ അത് ഏറ്റു പറയും. അങ്ങനെ അതൊരു ജസ്റ്റ് ഞാൻ ചെയ്ത കുറേ ബിഹേവിയേഴ്സ്, മോസ്റ്റ് ഓഫ് ദം ബാഡ്, അല്ലെങ്കിൽ വിച്ച് ഇസ് നോട്ട് പ്ലീസിങ് ടു ഗോഡ്, അത് കൂടുതൽ ഗൗരവമുള്ളതാണെങ്കിൽ നമ്മൾ വിചാരിക്കും അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സിന്നാണെന്ന്. അപ്പോൾ നമ്മുടെ ഒരു ഡിഫോൾട്ടായിട്ടുള്ള നമ്മുടെ ഒരു വിചാരമാണ് ഞാൻ ചെയ്ത കുറേ പ്രവർത്തികളാണ് യഥാർത്ഥത്തിൽ പാപങ്ങളായി തീരുന്നത്. അതങ്ങനെയാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ വേറൊരു വലിയ സത്യം കിടപ്പുണ്ട്. എന്താണ്? ഈ പാപം ചെയ്യുക എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്ന കുറേ പ്രവൃത്തികളല്ല, അതിൻ്റെ പിന്നിലുള്ള എൻ്റെ മനസ്സും എൻ്റെ ഹൃദയവും ദൈവത്തിൽ നിന്ന് അകറ്റപ്പെടുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. സോ വാട്ട് സിൻ ഡസ് ആൻഡ് വാട്ട് സിൻ ഡസൻ ഡു എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ കുമ്പസാരം എന്നുള്ള ഉദാശ എന്താണ് നമുക്ക് നൽകുന്നത്? അത് നമ്മുടെ ആത്മാവിൽ എന്താണ് ചെയ്യുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് തിരിച്ചറിയണം. അതിനു മുമ്പായിട്ട് പാപം എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ വരുത്തുന്നു, പാപം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു, എന്ത് സംഭവിക്കുന്നില്ല എന്നുള്ളൊരു സത്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ പാപം ചെയ്യുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്നത് എന്താണ്? നമ്മളും ദൈവവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ വിച്ഛേദിക്കപ്പെടുന്നു. നമ്മൾ പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറില്ല. നമ്മളിങ്ങനെ പറയും നമ്മളെന്തൊക്കെയോ ചെയ്തു, എൻ്റെ ഒരു ബാഡ് ബിഹേവിയർ, അപ്പം ഗോഡ് ഇസ് ആംഗ്രി വിത്ത് മീ, അതുകൊണ്ട് ഗോഡ് ഇസ് നോട്ട് പ്ലീസ് വിത്ത് മീ, അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരിക്കുക. അതുകൊണ്ട് ഞാൻ കുമ്പസാരിക്കണം. അങ്ങനെയല്ല. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റിയലൈസ് ചെയ്യണം നമ്മുടെ റിലേഷൻഷിപ്പ് ടു ഗോഡ് ഇസ് ദാറ്റ് ഓഫ് എ ചൈൽഡ് ടു ഹിസ് ഫാദർ. ഈശോ വന്ന് നമ്മളെ പഠിപ്പിച്ചില്ലേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. അതാണ് ഞാനും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പോൾ ഒരു ഫാദറിനോടുള്ള ഒരു റിലേഷൻഷിപ്പ് എപ്പോഴെങ്കിലും അത് വിച്ഛേദിക്കപ്പെടുമോ? ഒരിക്കലും വിച്ഛേദിക്കപ്പെടത്തില്ല. So when we sin, we have a wrong concept that our relationship with God is severed, അല്ലെങ്കിൽ അത് ഖണ്ഡിക്കപ്പെട്ടു എന്ന്. ഇതാണ് സാത്താൻ തരുന്ന ഏറ്റവും വലിയ തെറ്റായിട്ടുള്ളൊരു ബോധ്യം. നമുക്കറിയാം ഗോഡ് ദ ഫാദർ സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി സൺ. ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. എത്രമാത്രം? തൻ്റെ സ്വപുത്രനെ നൽകുവാൻ മാത്രം സ്നേഹിച്ച ഒരു സ്നേഹമാണ്. ആ സ്നേഹബന്ധത്തിന് എപ്പോഴെങ്കിലും ഒരു വ്യത്യാസം വരുമോ? ഒരിക്കലും വരത്തില്ല. അത് ഇറ്റേണലായിട്ട് ദൈവം സ്നേഹിക്കുകയാണ്. ബിക്കോസ് ഹീസ് ഫാദറിങ് ഓൾ ഓഫ് അസ് ഇറ്റേണലി. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും മുറിയപ്പെടുന്നില്ല. നമ്മൾ തിരിച്ചറിയണം, ഞാനും നിങ്ങളും പാപം ചെയ്താലോ, ഈ ലോകത്തുള്ള എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് 100 ദിവസവും 365 ദിവസം പാപം ചെയ്താലും ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹമോ നമ്മളോടുള്ള റിലേഷൻഷിപ്പോ മാറ്റപ്പെടുന്നില്ല.
ദാറ്റ് ഈസ് വാട്ട് യു ആൻഡ് മീ ഷുഡ് റിയലൈസ്. അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരു സ്നേഹപിതാവാണ് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ്. ഈ ദൈവത്തെ ഞാൻ വേദനിപ്പിച്ചു, ഈ ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഞാൻ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ സാധിക്കാതെ വരും. ഞാനൊരു മെക്കാനിക്കലായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യും. ബിക്കോസ് ഐ എം ഡിസ്കണക്റ്റഡ് വിത്ത് ദ ലവ് ഓഫ് ഗോഡ്. ഗോഡ് ഇസ് ലവിങ് മീ ഓൾ ദ സെയിം, ബട്ട് ഐ എം നോട്ട് ഏബിൾ ടു റിസീവ് ഇറ്റ് ബിക്കോസ് ഐ ഹാവ് സിൻ ഇൻ മീ. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ സൂര്യനുണ്ടെന്ന് വിചാരിക്കുക. നല്ല വെയിലുള്ളൊരു ദിവസം ഞാൻ ഒരു റൂമിൻ്റെ അകത്ത് കയറിയിരുന്ന് ഒരു മൂലയ്ക്ക് പോയിട്ട് ഒരു കട്ടിലിൻ്റെ അടിയിൽ ഒരു കറുത്ത തുണിയിട്ട് പുതച്ചിട്ടിരുന്നിട്ട് ഞാൻ പറയുകയാണ് ഇവിടെ മുഴുവൻ ഇരുട്ടാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? സൂര്യൻ ഇല്ലാതാകുന്നുണ്ടോ? ഇല്ല, സൂര്യനുണ്ട്. സൂര്യൻ കാലത്ത് എഴുന്നേറ്റു, അത് നല്ലോണം പ്രകാശിക്കുന്നു. പക്ഷേ എനിക്ക് ആ വെളിച്ചം കിട്ടുന്നില്ല. കാരണം എന്താ? ഐ ഹാവ് ടേൺ മൈ ഫേസ് അവേ ഫ്രം സൺ ആൻഡ് ഐ ഹാവ് ഗോൺ ആൻഡ് ഹിഡൻ മൈ സെൽഫ് അണ്ടർ എ കോട്ട്. അപ്പോൾ എനിക്ക് വെളിച്ചം കിട്ടാത്തതിൻ്റെ കാരണം സൂര്യൻ ഉദിക്കാത്തത് കൊണ്ടല്ല, ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുകയാണ്. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് വെൻ വി സിൻ. വെൻ വി സിൻ വി ടേൺ അവർ ഫേസസ് അവേ ഫ്രം ഗോഡ്സ് ലവ്. ഈ ഒരു സത്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ മനസ്താപമുണ്ടാകുന്നത്. The real contrition happens when we realize this. I have turned my face away from this loving Father. ഈ ഒരു ഫീലിങ്ങിൽ നിന്ന് വേണം നമ്മൾ യഥാർത്ഥത്തിൽ കുമ്പസാരത്തിലേക്ക് പോകുവാൻ. അപ്പോൾ ഈ നോമ്പ് കാലത്തിൽ നമ്മളൊരു തീരുമാനമെടുക്കണം. ഞാൻ എന്നെ തന്നെ റിയലൈസ് ചെയ്യുകയാണ്. ഞാൻ എന്നെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ I come to the awareness that there are certain behaviors in me, certain attitudes in me, certain ways of talking, thinking, dealing with people. ഇതൊക്കെ എൻ്റെ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിന് ഉതകാത്തതായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഐ വിൽ കറക്റ്റ് ദം. അങ്ങനെ ഞാനും ദൈവവുമായിട്ട് കൂടെ വസിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞാൻ വരും. എപ്പോൾ? when I go and earnestly confess all these misgivings which have hindered this relationship with my loving Father. ഓക്കെ? അപ്പോൾ ഈ ഒരു നോമ്പ് കാലത്തിൽ നിങ്ങൾ എടുക്കുന്ന ഉപവാസങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ. പക്ഷേ നിങ്ങളൊരു സത്യം തിരിച്ചറിയണം. നോ മാറ്റർ വാട്ട് യു ഡു ഓർ വാട്ട് ദ ഹോൾ വേൾഡ് ഡസ്, ദ ലവ് ഓഫ് ഗോഡ് ടുവേർഡ്സ് അസ് നെവർ ചേഞ്ചസ്. സോ നമുക്ക് എപ്പോഴും ഉറപ്പുണ്ടായിരിക്കണം, എൻ്റെ ബിഹേവിയറോ ഞാൻ എന്തെങ്കിലും ചെയ്തതോ ചെയ്താതിരിക്കുന്നത് കൊണ്ടോ ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരുന്നില്ല. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഐ ഷുഡ് ഓൾവേസ് അറ്റ് ദ വെരി നെക്സ്റ്റ് മോമെൻറ്റ് വെൻ നമ്മൾ ചിലപ്പോൾ വീണ് പോകാം, ഇറ്റ് ഈസ് ഓക്കെ. അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ഉടനെ വി ഷുഡ് ഗോ ടു ദ കൺഫെഷൻ. എന്നിട്ട് ഞാനത് ഏറ്റുപറഞ്ഞ് ഈ റിലേഷൻഷിപ്പിലേക്ക് തിരികെ വരണം. ദിസ് ഇസ് വാട്ട് ഗോഡ് വാണ്ട്സ് ഫ്രം അസ്. ഈ ഒരു നോമ്പ് കാലത്തിൽ ഈ കുമ്പസാരം എന്നുള്ള കൂദാശ നമ്മൾ കൂടുതലായിട്ട് അത് ആഴത്തിൽ മനസ്സിലാക്കി നമ്മുടെ ഫെയ്ത്തിനെ കൂടുതലായിട്ട് നമ്മൾ ഊട്ടി ഉറപ്പിക്കണം. ഈ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ കൂടുതൽ ആഴപ്പെടണം. അങ്ങനെ ഈ ഒരു ഈസ്റ്ററിലേക്ക് അടുക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ വിശുദ്ധരായിട്ട്, നമുക്കറിയാലോ ഈശോ ഈസ് ഹോളി, ജീസസ് ഈസ് ഹോളി. അപ്പോൾ നമ്മളിലും ഈ ഹോളിനെസ് വരുന്നത് എങ്ങനെയാണ്? നമ്മളൊട്ടും പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥയല്ല ഹോളിനെസ്. ഈശോയ്ക്ക് അറിയാം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ കുട്ടികളാണ്, നിങ്ങൾ കുട്ടികളാണ്, ഇടയ്ക്ക് ചെറിയ തെറ്റുകളൊക്കെ പറ്റും. ദറ്റ് ഈസ് ഓക്കെ. പക്ഷേ ആ തെറ്റ് ചെയ്തെടുത്ത് വീണ് കിടക്കരുത്. ഓൾവേസ് ഗെറ്റ് അപ്പ് ആൻഡ് ഗോ റണ്ണിങ് ലൈക്ക് ദറ്റ് prodigal son did, running to the father's arms and telling that I am sorry. ആ സ്നേഹത്തിൽ നിന്നാണ്, ആ സ്നേഹബന്ധത്തിൽ നിന്നാണ് എൻ്റെ ഉള്ളിൽ ഈ പാപബോധം ഉണ്ടാകേണ്ടത്. അല്ലാതെ ദൈവം എന്നെ ശിക്ഷിക്കും, ഞാൻ പാപം ചെയ്തു, അയ്യോ ഇനി ഞാൻ പോകാൻ പറ്റത്തില്ല. ആദവും ഹവ്വയും ഒളിച്ചിരുന്നത് പോലെ അവർ പാപം ചെയ്തു, കഴിക്കരുതെന്ന് പറഞ്ഞ ആ പഴം കഴിച്ചിട്ട് അവർക്ക് എന്തു പറ്റി? അവർക്ക് കുറ്റബോധമാണ് വന്നത്. കാരണം അവർക്കറിയത്തില്ല ദൈവം ഒരു ക്ഷമിക്കുന്ന കരുണയുള്ള സ്നേഹമാണ്, ദൈവം അവരുടെ സ്നേഹപിതാവാണെന്ന് അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. സാത്താൻ പറഞ്ഞൊരു കള്ളം അവർ വിശ്വസിച്ചു. നമ്മൾ അങ്ങനെ ചെയ്യരുത്. Our God is a loving Father. For all eternity, He is our loving Father. He can never get angry with His most beloved creation, that is you and me, because we have been made sons and daughters of that God in Jesus Christ. So, ഈ ഒരു തോട്ടോടു കൂടി നിങ്ങൾ ഈ ബ്രൈറ്റ് സൈഡ് ഇന്നത്തെ ഈ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ഇനി ആലോചിക്കണം. നിങ്ങളുടെ ഇടവകയിൽ അടുത്തുള്ള അവസരത്തിൽ ഈ കോവിഡൊക്കെ ആയതുകൊണ്ട് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവും. എന്നാലും നിങ്ങൾ ചോദിച്ചിട്ട് ഒരു ടൈം എടുത്ത് ചെല്ലുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് നിങ്ങളുടെ വികാരി അച്ഛനോ കൊച്ചച്ഛനോ നിങ്ങളെ കുമ്പസാരിക്കാൻ ഉള്ള അവസരം നിങ്ങൾക്ക് ഒരുക്കി തരും. സോ റീകൺസൈൽ വിത്ത് ഗോഡ് ആൻഡ് ഗെറ്റ് ബാക്ക് ടു ദാറ്റ് ലവിങ് റിലേഷൻഷിപ്പ്. God bless you all. See you next week.